ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അനീമിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങൾ. ഈ രക്തക്കുറവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിനായിട്ടും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ രക്തത്തിൽ ആ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി രക്തത്തിൻ്റെത് കുറയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഈ അനീമിയയുടെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം ക്ഷീണം. എപ്പോഴും ഒന്നിനും ഒരു ഉഷാറുണ്ടായിരിക്കരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം. ലാസിറ്റ്യൂഡ്. അടുത്തതായിട്ട് തളർച്ച. അപ്പോൾ ഇദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും വയ്യ, ഒരു തളർച്ച. അടുത്തതായിട്ട് ഉള്ള ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്രത്ത്ലെസ്നെസ് ഓൺ എക്സർഷൻ. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് അണപ്പ്, അത് അനീമിയയുടെ ഒരു ലക്ഷണമാണ്. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചിടിപ്പ് കൂടുന്നതിനാണ് പാൽപിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര നെഞ്ചിടിപ്പ് അനുഭവപ്പെടും. അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് ചെവിയിലൊരു മൂളൽ. ദിവസങ്ങളായിട്ട് ചെവിയിലൊരു മൂളൽ അനുഭവപ്പെടും. അതും അനീമിയയുടെ ഒരു സിംറ്റമായിട്ട് കൂട്ടാം. അടുത്ത ഒരു സിംറ്റം ത്രോബിങ് ഇൻസൈഡ് ദി ഹെഡ് ആൻഡ് ഇയർ. അതും അനീമിയയുടെ ഒരു ലക്ഷണമാണ്. അടുത്തത് ഡിസിനെസ് എന്ന് പറഞ്ഞാൽ തലച്ചുറ്റൽ. ഇദ്ദേഹം ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഒരു തലച്ചുറ്റൽ അനുഭവപ്പെടും, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും. അത് അനീമിയയുടെ ഒരു ലക്ഷണമാണ്. അടുത്തത് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ തലവേദന. ഒരു മൈൽഡ് ഹെഡേക്ക് എപ്പോഴും ഈ അനീമിയ ഉള്ളവർക്ക് കാണും. അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് വിഷൻ, ഒരു കാഴ്ചക്കുറവ്. അതും അനീമിയയുടെ ഒരു ലക്ഷണമായിട്ട്. ഇൻസോമിനിയ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ്. അടുത്തത് കൈകാൽ പെരുപ്പ്. അതും അനീമിയയുടെ ഒരു ലക്ഷണത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പിന്നെ അഞ്ചൈന വരാം എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിന് ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നെഞ്ചത്ത് ഭയങ്കര വേദന അനുഭവപ്പെടും. പുള്ളി പോയി എവിടെയെങ്കിലും കുറേ നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ആ വേദന അങ്ങ് കുറയും. ഇതിനെയാണ് അഞ്ചൈന എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ ഒരു ലക്ഷണം. പിന്നെ ഇതിൻ്റെ സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വിളർച്ച, ഈ വരുന്ന ആളിന് ഇച്ചിരി വിളർച്ച ഉണ്ടല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ വിളറിയിരിക്കും. അതുപോലെ കൺജങ്ക്റ്റൈവ്, ഈ കണ്ണ് ഇങ്ങനെ കൺജങ്ക്റ്റൈവ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വിളർച്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഓറൽ മ്യൂക്കോസ, അല്ലെങ്കിൽ PV ചെയ്യുമ്പോൾ അവരുടെ വജൈനൽ മ്യൂക്കോസ, ഇതെല്ലാം അനീമിക് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ വിളറിയിരിക്കും. അതുപോലെ നഖത്തിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ വിളർച്ച കാണാം. അതുപോലെ കൈയുടെ വെള്ളം നോക്കിയാൽ വിളർച്ച കാണാം. അടുത്തത് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ ടക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും ഈ അനീമിക് പേഷ്യൻസിൻ്റെ. പിന്നെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഈ ഹാർട്ട്, അതൊന്നും നമ്മൾ ഒരു പൊതുജന സമൂഹത്തിൽ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാർഡിയാക് ഡയലറ്റേഷൻ, അത് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ ചെസ്റ്റിൽ കുഴൽ വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഒരു മർമർ കിട്ടും. അതും സയൻസിൻ്റെ കൂടെയുള്ളതാണ്, അല്ലാതെ പേഷ്യൻറ്റിൻ്റെ സിംറ്റത്തിൻ്റെ കൂടെയുള്ളതാണ്. ചിലപ്പോൾ കൂടുതൽ അനീമിയ കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് നോക്കുമ്പോൾ ഇച്ചിരി നീരൊക്കെ കാണും, രണ്ട് കാലയിലും നീര്. അപ്പോൾ ഇതൊക്കെയാണ് സിംറ്റംസ് ആൻഡ് സൈൻസ് ഓഫ് അനീമിയ. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് അനീമിയയുടെ ഡയഗ്നോസിസ് അത് പറയാം.